എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നിവിടെ പറയാനുള്ളത് ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ്. ബലികർമ്മങ്ങൾക്കൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണല്ലോ ഈ ചെറുള. ചെറുളയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചെറുള ബലി പോലുള്ള പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ്. അമരാന്തേസിയെ എന്ന സസ്യകുടുംബത്തിൽപ്പെടുന്ന ഈ ചെറുള ബലികർമ്മങ്ങൾക്ക് മാത്രമല്ല, പലതരത്തിലുള്ള ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടെയാണ്. പ്രധാനമായിട്ടും വൃക്കരോഗങ്ങൾ, പ്രമേഹത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൂടാതെ ത്വക്ക് രോഗങ്ങൾക്ക്, മൂത്രാശയ സംബന്ധമായിട്ടുള്ള മറ്റ് രോഗങ്ങൾക്ക്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക്, അങ്ങനെ നിരവധി ഔഷധ പ്രയോഗങ്ങൾക്ക് കൂടെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ ചെറുള. പിതൃബലിക്ക് ചെറുളയുടെ ഇലയാണ് സാധാരണ ഉപയോഗിക്കുക. പുഷ്പം എന്ന് പറയുമെങ്കിലും തുളസിക്ക് പകരം ബാക്കി പൂജകൾക്കൊക്കെ നമ്മൾ സാധാരണ തുളസി ഇല എടുക്കുന്നത് പോലെ പിതൃകർമ്മങ്ങൾക്ക് സാധാരണയായി ചെറുളയുടെ ഇലയാണ് എടുക്കുക. ഈ ചെറുള സംരക്ഷിക്കുന്നത് പിതൃകർമ്മങ്ങൾക്ക് മാത്രമല്ല, സത്യം പറയാൻ വെച്ചാൽ ഇത് ഒരുപാട് ആയുർവേദ ഔഷധ കൂട്ടുകൾക്ക് ഉപയോഗിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ്. നമുക്കറിയാം, സഹസ്രയോഗം പോലുള്ള ആയുർവേദ ടെക്സ്റ്റുകളിൽ ചെറുളയുടെ പ്രാധാന്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാരും ചെറുളയുടെ ഉപയോഗത്തിനെക്കുറിച്ചും മൂത്രക്കല്ല് മാറാനൊക്കെ ചെറുളയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ചെറുള പോലുള്ള ചെടികൾ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ പിതൃകർമ്മങ്ങൾക്ക് മാത്രമല്ല, നമ്മളുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ കൂടെയാണ്. എല്ലാവരും ഇതുപോലുള്ള ചെറുള പോലുള്ള ചെടികളെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഇത് ദശപുഷ്പത്തിൽപ്പെടുന്ന ഒരു ചെടി കൂടെയാണ്. എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ ചുറ്റുപാടും കാണുന്ന ഇതുപോലുള്ള ചെടികളെ സംരക്ഷിക്കണം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഈശ്വരന്മാരുടെയും കാരണന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ.